രാധ ടീച്ചറുടെ മുക്കുറ്റുപൂക്കൾ എന്ന കഥാസമാഹാരത്തിലെ കാൽപ്പാടുകൾ എന്ന കഥയിലെ 3-ാം ഭാഗം. തേമാലിപ്പാടവും നേന്ത്രവാഴത്തോപ്പും കടന്ന് കുട്ടാടൻ പാടത്തേക്ക് തിരിയുമ്പോൾ വലിയൊരു തുണിക്കെട്ടുമായി പുഴയുടെ ഭാഗത്ത് നിന്നൊരാൾ വരുന്നത് കണ്ടു. ആളെ മനസ്സിലായപ്പോൾ ഞാൻ അവിടെ നിന്നു. എടാ കുമാര, ആ വരുന്നത് ആരാണെന്ന് നോക്കിയേ. ആര്? എവിടെ? നമ്മുടെ പുഴയുടെ ഭാഗത്തേക്ക് നോക്കടാ. അവൾ നമ്മുടെ അമ്മു അല്ലേ? അവളുടെ തലയിൽ തുണിക്കെട്ടുമുണ്ടല്ലോ. അവൾ അമ്മയുടെ ഒപ്പം കൂടിയോ? ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ അമ്മു അടുത്തെത്തി. ഞങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട്, നിങ്ങളായിരുന്നു, എവിടെ പോകുന്നു? ഞങ്ങളുടെ കയ്യിൽ വാഴവള്ളികൾ കണ്ടില്ലേടി, കുട്ടാടൻ പാടത്ത് കൊയ്ത്ത് നടക്കുന്നുണ്ട്, കറ്റിയെടുക്കാൻ പോവുകയാണ്. നീ പഠിപ്പ് നിർത്തി അമ്മയെ സഹായിക്കാൻ കൂടിയിരിക്കുകയാണല്ലേ അമ്മു? എന്തു ചെയ്യാനാ കുട്ടികളെ, ജീവിക്കാൻ മറ്റു മാർഗമൊന്നുമില്ലല്ലോ. അമ്മയ്ക്കും വയ്യാതായി തുടങ്ങിയില്ലേ? ഞാൻ മാത്രമല്ലേ സഹായത്തിനുള്ളൂ? വല്യമ്മയുടെ ഗംഗാധരനും അമ്മയെ സഹായിക്കാൻ കൂടിയല്ലേ. അവരും സ്കൂളിൽ വരുന്നില്ലല്ലോ. ഇനിയുള്ള കാലം ഞങ്ങളുടെ ജോലി ചെയ്ത് ജീവിക്കാമെന്ന് വെച്ചു. നിങ്ങൾ നന്നായി പഠിച്ച് വലിയ നിലയിലെത്തണം. അത് കണ്ട് എനിക്ക് സന്തോഷിക്കാമല്ലോ. അവളുടെ കണ്ണുകൾ നിറഞ്ഞതുപോലെ എനിക്ക് തോന്നി. തലയിൽ ഭാരമിരിക്കുന്നു, ഞാൻ പോകട്ടെ. വെയിൽ പോകുമ്പോഴേക്കും എല്ലാം ഉണക്കിയെടുക്കണം. നമുക്കിടയ്ക്ക് കാണാം. അവൾ നടന്നു നീങ്ങി. എന്താ കുമാര, നീ അമ്മുവിനോടൊന്നും മിണ്ടാതിരുന്നത്? എനിക്ക് അവളുടെ അവസ്ഥ കണ്ടിട്ട് വല്ലാത്ത വിഷമമായി. സ്കൂളിൽ നമ്മളൊന്നിച്ച് എത്ര കളിച്ചതാണ്. ഇത്ര ചെറുപ്പത്തിൽ തന്നെ അവൾക്ക് കുടുംബഭാരം വഹിക്കേണ്ടി വന്നില്ലേ? കുട്ടിക്കാലത്തെ എല്ലാ സന്തോഷവും നഷ്ടപ്പെട്ടില്ലേ? അതെല്ലാം ആലോചിച്ചപ്പോൾ എനിക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അവളെപ്പോലെയുള്ള കുട്ടികളുടെ കാര്യം ആലോചിച്ചാൽ വളരെ കഷ്ടമാണ് കുമാര. ഈ ദേശത്തെ അലക്കുകാർ അമ്മുവിൻ്റെ അമ്മ ലക്ഷ്മിയും വല്യമ്മ കാളിക്കുട്ടിയുമാണ്. പടിഞ്ഞാറേ കരയിലും കിഴക്കേ കരയിലുമായി അതവർ നിർവഹിച്ചു പോരുന്നു. ആഴ്ചയിൽ ഒരിക്കൽ വീടുകളിൽ നിന്നും തുണികൾ ശേഖരിച്ച് പുഴയിൽ കൊണ്ടുപോയി അലക്കി ഉണക്കിയെടുത്ത് തേച്ചും എനിക്ക് തിരിച്ചെത്തിക്കുന്നു. അവരുടെ സേവനം എത്ര വലുതാണ്! എന്നിട്ടും ആളുകൾ കൂടുന്നിടത്ത്, പ്രത്യേകിച്ച് കല്യാണ വീടുകളിൽ, അവർ അകലം പാലിച്ചു നിൽക്കുന്നു. അതിൻ്റെ ആവശ്യമുണ്ടോ? എല്ലാവരും തുല്യ അവകാശമുള്ള പൗരന്മാരല്ലേ? അങ്ങനെയല്ലേ നമ്മൾ സാമൂഹ്യ പാഠത്തിൽ പഠിച്ചിട്ടുള്ളത്? ചെറിയവനും വലിയവനും എന്നുള്ള വേർതിരിവ് എന്നാണ് മാറുക? നമ്മുടെ നാട് ഇനിയും വളരെയധികം പുരോഗമിക്കേണ്ടിയിരിക്കുന്നു കുമാര. അതിന് വിദ്യാഭ്യാസമാണ് ഏകമാർഗം. എല്ലാ വിഭാഗത്തിലും പെട്ട കുട്ടികൾ പഠിച്ചുയരണം. നന്നായി പഠിച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള ജോലി കിട്ടുമല്ലോ. അതോടെ ഓരോ വീടും സ്വയം പര്യാപ്തമാകും. ക്രമേണ നാടും പുരോഗതിയുടെ പാതയിലേക്ക് മാറും. നാട്ടിലെ ഉച്ചനീചത്വങ്ങളും ദുരാചാരങ്ങളും അവസാനിക്കും. നമ്മളിൽ ഭൂരിഭാഗവും കൃഷി ഉപജീവനമാക്കിയവരാണ്. നല്ല നിലയിൽ പഠിച്ച് സർക്കാർ ഉദ്യോഗം നേടിയവർ വിരലിലെണ്ണാവുന്നവർ മാത്രമാണുള്ളത്. അവരോടെല്ലാം ആളുകൾക്ക് എത്ര ബഹുമാനമാണ്, പ്രത്യേകിച്ച് അധ്യാപകരോട്. നമ്മുടെ പ്രിയപ്പെട്ട ഗംഗാധരൻ മാസ്റ്റർ, മേരി ടീച്ചർ, രാമദേവൻ മാസ്റ്റർ തുടങ്ങിയ അധ്യാപകരെ കാണുമ്പോൾ പഠിപ്പിച്ച കുട്ടികൾ മാത്രമല്ല, മറ്റുള്ളവരും മുണ്ടിൻ്റെ മടിക്കുത്തഴിച്ച് എത്ര ഭവ്യതയോടുകൂടിയാണ് നിൽക്കാറ്. ഗംഗാധരൻ മാസ്റ്റർ ഒരു ഉത്തമ വ്യക്തിയുടേതായ എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. നാടിൻ്റെ അഭിമാന സ്തംഭം തന്നെയാണ് അദ്ദേഹം. അതിവിശാലമായ ഒരു ലൈബ്രറിയുടെ ഉടമയാണ്. ധാരാളം പുസ്തകങ്ങളും എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ജപ്പാൻ സാഹിത്യകാരനായ ഫുക്കുഓക്കയുടെ ഒറ്റ വെക്കോൽ വിപ്ലവവും നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന ആത്മകഥയും നമ്മുടെ മാതൃഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. എത്ര ലളിതമായ ഭാഷയും മനോഹരമായ ശൈലിയുമാണെന്നോ! വായിക്കും തോറും നാം അത്ഭുതപ്പെട്ടു പോകും. ജപ്പാൻ ഭാഷയിലും ഗുജറാത്തി ഭാഷയിലും സർ എങ്ങനെയാണാവോ പ്രാവീണ്യം നേടിയത്? പുരാണങ്ങളും ഇതിഹാസ കൃതികളും കാവ്യങ്ങളും നോവലുകളും നിരൂപണങ്ങളും ശാസ്ത്രീയ ഗ്രന്ഥങ്ങളും എന്നുവേണ്ട എല്ലാത്തരം സാഹിത്യകൃതികളും അദ്ദേഹത്തിൻ്റെ വിജ്ഞാന ശേഖരത്തിലുണ്ട്. പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യമുള്ളവരെ സാറിന് വലിയ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ മിക്ക പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. പുസ്തകം തരുമ്പോൾ പ്രത്യേകിച്ച് പറയും, കേടുകൂടാതെ തിരിച്ചേൽപ്പിച്ചേക്കണം. പാഠ്യഭാഗത്തിലുള്ള സംശയം തീർക്കാനും ഞാൻ പോകാറുണ്ട്. ഒരു രൂപ പോലും പ്രതിഫലം ഇച്ഛിക്കാറില്ല. ആദർശശാലിയായ മാസ്റ്റർ സ്ത്രീധന സമ്പ്രദായത്തിനെതിരെയായി ശബ്ദമുയർത്തിയിട്ടുണ്ട്. സ്വന്തം ജീവിതത്തിലും അക്കാര്യത്തിൽ മാതൃക കാട്ടിക്കൊണ്ടാണ് മുന്നേറിയത്. ഒരു ചില്ലിക്കാശിൻ്റെ ചിലവ് പോലും ഇല്ലാതെയാണ് വിവാഹിതനായി വധുവിനെ സ്വഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. വിജയൻ കാരോട്ട് തുടങ്ങിയ സാഹിത്യകാരന്മാർ അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തുക്കളാണ്. ഇടയ്ക്കിടെ കവി സമ്മേളനങ്ങളും വീട്ടിൽ നടക്കാറുണ്ട്. പല സാഹിത്യവേദികളിലും സാംസ്കാരിക വേദികളിലും അധ്യക്ഷത വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, പല വേദികളിലും ആദരണീയനാകാനും കഴിഞ്ഞിട്ടുണ്ട്. പ്രകൃതിയെ അറിഞ്ഞു ജീവിക്കുന്ന മാസ്റ്റർ പ്രകൃതി ചികിത്സയിൽ കൂടിയാണ് ആരോഗ്യം നിലനിർത്തിക്കൊണ്ടു പോകുന്നത്.
മാസ്റ്ററുടെ ഇളയ സഹോദരനും വലിയൊരു ഓഫീസറായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. മാസ്റ്ററുടെ അച്ഛനായ കൊച്ചുപാറൻ വല്യച്ഛനും ഭാര്യ കാർത്തു വല്യമ്മയും മകൻ ശേഖരൻകുട്ടി ചേട്ടനും തികഞ്ഞ അധ്വാനികളാണ്. കൃഷിക്കാര്യങ്ങളിൽ അച്ഛനെ സഹായിക്കുന്നത് ശേഖരൻകുട്ടി ചേട്ടനാണ്. 10ാം തരം കഴിഞ്ഞതോടെ പഠിപ്പ് നിർത്തി കാർഷിക വൃത്തി സ്വീകരിച്ചു. കാളപ്പൂട്ട് നടത്തി നിലമൊരുക്കുന്നതും ചക്രം തിരിച്ച് കണ്ടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതും ശേഖരൻകുട്ടി ചേട്ടനാണ്. വീട്ടിലയലത്തെ രാമൻകുട്ടിയെയോ ഭാസ്കരനെയോ വിളിക്കും. രാത്രിയുടെ നിശബ്ദതയിൽ അവർ പാടുന്ന തേക്കുപാട്ടിൻ്റെ ഈണം അലയടിച്ചുകൊണ്ടിരിക്കും. താഴെയുള്ള കുട്ടികൾ സ്കൂളിലും കോളേജിലുമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. കൊച്ചുപാറൻ വല്യച്ഛൻ നാട്ടിൻപുറത്തെ തികഞ്ഞൊരു വൈദ്യനാണെന്ന് പറയാം. ഏതെങ്കിലും കുട്ടികൾക്ക് അസുഖമാണെന്നറിഞ്ഞാൽ അദ്ദേഹം അവിടെ അന്വേഷിച്ചെത്തി രോഗവിവരം തിരക്കും. ഉടൻ തന്നെ വേണ്ടതായ പച്ചിലകൾ പറിച്ചെടുത്ത് മരുന്നുണ്ടാക്കി നൽകുകയും ചെയ്യും. ഫലപ്രാപ്തി കണ്ടിട്ടേ അദ്ദേഹം തിരിച്ചു പോകുകയുള്ളൂ. ആ നാട്ടിലെ കുട്ടികളോടെല്ലാം വല്യച്ഛന് പ്രത്യേക സ്നേഹമാണ്. എന്തൊരു ഹൃദയവിശാലത! തലമുറകൾ കണ്ടു പഠിക്കേണ്ടതായ സ്വഭാവ വൈശിഷ്ട്യം. ഒരു മാതൃകാ കുടുംബം തന്നെയാണ് അവരുടേത്. വിദ്യ അഭ്യസിച്ചതിൻ്റെ മഹത്വം അവരിൽ ഓരോ വ്യക്തികളിലും തെളിഞ്ഞു കാണാവുന്നതാണ്. നമുക്കും അവരെ പോലെ പഠിച്ചുയരണം കുമാര. നിനക്ക് ആരാകാനാണ് ഇഷ്ടം? എനിക്ക് 10ാം തരം കഴിഞ്ഞാൽ കോളേജിൽ പോയി പഠിച്ച് നല്ലൊരു എഞ്ചിനീയർ ആകണം. കെട്ടിടത്തിൻ്റെയും പാലത്തിൻ്റെയും മറ്റും പ്ലാൻ വരയ്ക്കുന്ന എഞ്ചിനീയർ. അതിന് ധാരാളം കാശ് വേണ്ടേ കുമാര? വല്യേട്ടന് ബുദ്ധിമുട്ടാവില്ലേ? വല്യേട്ടന് നല്ല ബുദ്ധിമുട്ട് തന്നെയാണടി, അതെനിക്കറിയാം. പക്ഷെ വല്യേട്ടൻ പറഞ്ഞിട്ടുണ്ട് എത്ര വേണമെങ്കിലും പഠിച്ചോളാൻ. എനിക്ക് ജോലി കിട്ടിയാൽ വല്യേട്ടൻ്റെ കഷ്ടപ്പാടെല്ലാം തീരുമല്ലോ. അത് ശരിയാ കുമാര. തോമസേട്ടൻ്റെ ജോസഫും വൈലോപ്പിള്ളിയിലെ സുലുവും നിന്നെപ്പോലെ തന്നെ അഭിപ്രായമുള്ളവരാണ്. തോമസേട്ടൻ സമ്പന്നനായതുകൊണ്ട് ജോസഫിൻ്റെ മോഹം നടക്കുമായിരിക്കും. പക്ഷേ സുലുവിൻ്റെ കാര്യമാണ് കഷ്ടം. അവർ 6-7 മക്കളല്ലേ. അച്ഛന് കുടുംബകാര്യങ്ങളിൽ വലിയ ശ്രദ്ധയൊന്നുമില്ല. അമ്മായിയാണ് അവരുടെ ഏക ആശ്രയം. എല്ലാവരുടെയും എഞ്ചിനീയർ മോഹം സാധിക്കട്ടെ. നീ എൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചില്ലല്ലോ കുമാര. അത് ശരിയാ, നിനക്ക് ആരാകാനാണ് ഇഷ്ടം? എനിക്ക് നിങ്ങളെപ്പോലെ എഞ്ചിനീയർ ഒന്നും ആകണ്ട. ഒരു അധ്യാപികയായാൽ മതി. അതും മാതൃഭാഷ അധ്യാപിക. എങ്കിലേ രസകരമായ കവിതകൾ ചൊല്ലിയും കഥകൾ പറഞ്ഞും കുട്ടികളുടെ സ്നേഹം സമ്പാദിക്കാനൊക്കും. നമ്മുടെ ഭാഷയാകുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാകുമല്ലോ. സുമതിയും അധ്യാപക ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അധ്യാപക ജോലി ചെയ്യുന്നവരാണ് അധികവും. നമ്മൾ പഠിച്ചു പോകുന്ന സ്കൂളിലല്ലേ സത്യൻ മാസ്റ്റർ അധ്യാപകനായി ജോലി ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ അപാരമായ പാണ്ഡിത്യമാണ് അദ്ദേഹത്തിനുള്ളത്. ഞാനും മണിയും വിജയുമെല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്തല്ലേ ട്യൂഷന് പോകുന്നത്. ഇംഗ്ലീഷിൽ ഗ്രാമർ പ്രയോഗിക്കേണ്ട വിധം എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി തുടങ്ങിയതിന് ശേഷമാണ്. കണക്കിലെ ചതുഷ്ക്രിയകളും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ നിന്നാണ്. ആരുടെ കയ്യിൽ നിന്നും ഫീസിനമായി ഒന്നും വാങ്ങാറില്ല. നിസ്വാർത്ഥമായ സേവനം, അല്ലാതെ എന്തു പറയാൻ. നിങ്ങൾ കാര്യമായി സംസാരിക്കുന്നുണ്ടല്ലോ. എന്തിനെക്കുറിച്ചാണ്? ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കുഞ്ഞമ്മണിയും കാർത്തുവും കാളിക്കുട്ടിയും സുമതിയും പിന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. എടി, നിങ്ങളും എത്തിയോ? എങ്കിൽ നമുക്ക് പാടത്തേക്ക് ഒന്നിച്ച് നടക്കാം. പാടവരമ്പിലൂടെ നിരനിരയായി നടന്നു നീങ്ങുമ്പോൾ ഒരു ഇളം കാറ്റ് മനസ്സിൽ തലോടിക്കൊണ്ട് മന്ത്രിച്ചു. എനിക്കിതാകുമ്പോൾ ഒരു മാതൃകാ അധ്യാപികയാവണം. ചെറുമന്ദഹാസത്തോടെ സുഹൃത്തുക്കൾക്ക് പുറകെ വരി തെറ്റാതെ ഞാൻ നടന്നു നീങ്ങി.